ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, ദന്റെ ഈ കാണുന്നതാണ് ഷൗമിയുടെ ലേറ്റസ്റ്റ് ആൻഡ് ഗ്രേറ്റസ്റ്റ് ബഡ്സ് 5 പ്രോ വൈഫൈ. യെസ് ഗൈസ്, നിങ്ങൾ കേട്ടത് ശരിയാണ്. ഇതിൽ വൈഫൈ ടെക്നോളജി ഉണ്ട്. അതായത് നിങ്ങൾ ഈ സാധനവും മറ്റേ സാധനം ഇവിടെ ദന്റെ ഈ ഫോണും തമ്മിൽ നിങ്ങൾ പെയർ ചെയ്ത് കഴിഞ്ഞാൽ ഇത് വൈഫൈയിൽ കണക്റ്റ് ആവും. അതായത് നിങ്ങൾ ഇതും വെച്ചുകൊണ്ട് പാട്ടും കേട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ താഴത്തെ ഫ്ലോറിൽ നിന്ന് മുകളിലത്തെ ഫ്ലോറിൽ പോകാം. അതായത് വൈഫൈയുടെ റേഞ്ച് ഉള്ള സ്ഥലം വരെ ഇത് കണക്റ്റഡ് ആയിരിക്കും. പക്ഷേ കോൾ ചെയ്യുന്ന സമയത്ത് ബ്ലൂടൂത്ത് ആവും കേട്ടോ. പിന്നെ നിങ്ങൾ പുറത്ത് പോകുന്ന സമയത്തും ബ്ലൂടൂത്ത് ആവും. പക്ഷേ നിങ്ങൾ വീട്ടിൽ കയറുമ്പോൾ വൈഫൈയിൽ ഇത് കണക്റ്റ് ആവും. വൈഫൈ കൂടെ ഹൈ ഡേറ്റ ട്രാൻസ്ഫർ നടക്കുന്നു, ലോസ്ലെസ് ഓഡിയോ കേൾക്കുന്നു. ഗംഭീര സാധനമാണ്. അതുമാത്രമല്ല, നിങ്ങൾക്ക് ഈ പെട്ടി വെച്ചിട്ട് റെക്കോർഡ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഈ ബഡ്സ് എടുത്തിട്ട് എവിടെയെങ്കിലും വെച്ചിട്ട് ലോങ് പ്രസ് 3 പ്രാവശ്യം നെക്കിട്ട് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ റെക്കോർഡ് ഫംഗ്ഷൻ ഇൻബിൽട്ട് ആയിട്ട് ദണ്ട് ഈ ബഡ്സിൻ്റെ അകത്ത് എന്ന് പറയേണ്ട ജിബിടാങ്കി സാധനമാണ്. വയർലെസ് ചാർജിങ് അത് ഇത് എല്ലാം ഉണ്ട്. ഇത് ദുബായിൽ അവൈലബിൾ ആണ്. നാട്ടിൽ ഇത് ഇറങ്ങുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സംഭവം ഇമാതിരി ഐറ്റം ഒക്കെ ഇതിൻ്റെ അകത്തുണ്ടെങ്കിലും പോരാ ഐറ്റം എന്നാണ് എനിക്ക് പറയാനുള്ളത്. സത്യം പറഞ്ഞാൽ ഇതിനെ കാട്ടി നല്ലതാണ് 10 രൂപയ്ക്ക് കിട്ടണം ഈ സാധനം. ആങ്കറിൻ്റെ ലിബർട്ടി 4 പ്രോ അല്ലെങ്കിൽ OnePlusൻ്റെ ബഡ്സ് 3 പ്രോ. എന്തോ മിസ്സിങ്. അതെന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവില്ല. ലോസ്ലെസ് ഓഡിയോ ഒക്കെയാണ് പക്ഷെ ഒരു ഇതുണ്ടല്ലോ, കേൾക്കുമ്പം ഒരു വൈഡർ സൗണ്ട് സ്റ്റേജോ എന്തോ ഒരു സാധനം മിസ്സിങ്. ഞാൻ എന്തൊക്കെ വെടിയും പുകയൊക്കെ ആവുമെന്നൊക്കെ വിചാരിച്ച് മേടിച്ചാണ്. പക്ഷേ ഒരു ഗുമ്മില്ലടേ. ഷവമി ബഡ്സ് 5 പ്രോ വൈഫൈ ഇതിനെപ്പറ്റി പറയാനുള്ളത്. കാണാനൊക്കെ ലുക്കൊക്കെയാണ്. ഇതിനൊക്കെ ആണെങ്കിൽ ഭയങ്കര ടെക്കെന്നൊക്കെയാണ് അവർ പറഞ്ഞിറക്കിയത്. പോരാ.